ഞാൻ മാങ്ങൻകുട്ടി നിന്റെ ദുബായിപ്പറ എനിക്ക് പുല്ലാണ് മാങ്ങൻകുട്ടി തറവാട്ടിപ്പന്നതാണ് എടാ രാജ ചോരട നിന്റെ ഒരു ബംഗ്ലാവ് എടാ രാജ മാങ്ങൻകുട്ടിയാണ് വിളിക്കുന്നത് ഇറങ്ങിയോടാ പുറത്ത് എടാ എടാ രാജ നീ ആ ശ്രീദേവിയെ കല്യാണം കഴിക്കണത് പുത്തങ്കാലത്തിലെ പെണ്ണിന് മാളമ്മയുടെ മകൻ അവളെ നശിപ്പിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടാവും മാധവൻകുട്ടിക്ക്. മര്യാദയ്ക്ക് വെളിയിൽ പോ. പിഴയ്ക്കാൻ റെഡിയായിരുന്ന പെണ്ണുങ്ങളെ മാത്രമേ മാധവൻകുട്ടി തൊട്ടിട്ടുള്ളൂ. നിന്റെ പെങ്ങളെ വയറ് കീറിയപ്പോ 4 മാസം ഗർഭായിരുന്നു. അത് എന്റെ അല്ല, അരക്ക് വെള്ളമില്ലാത്ത അമ്പലക്കുളത്തില് ചാവാൻ ചാറായില്ലേ പെണ്ണുങ്ങള്. ചോദിക്ക, കല്യാണം കഴിഞ്ഞ് അളിയനും കൂടി സർക്കാരം നടക്കുമ്പോ ചോദിക്ക്, അവൻ പറയട്ടെ. നിനക്കെന്തറിയും? പറയൂ, നിനക്കറിയില്ലേ? എനിക്കറിയണം. ആരാണ് എന്റെ പെങ്ങളെ നശിപ്പിച്ചത്? എനിക്കറിയണം. നീ പറയില്ലേ? എന്റെ അബു, നീ ഒന്ന് സംസാരിക്കും. നിനക്കറിയില്ല? പറ ഗോപിയല്ലേ, ഇപ്പോഴെങ്കിലും ഒന്ന് പറ. അത് ഞാൻ പറഞ്ഞ ആ കേസിൽ ആ വക്കീൽ ശരിയില്ല. ആ രാജനാ, ഞാൻ ഒറ്റപ്പാലം വരെ ഒന്ന് പോയിരുന്നു. എന്താ രാജ? കുളത്തിൽ പൊന്തിയ എന്റെ പെങ്ങളുടെ ശവത്തിന് പകരം എനിക്ക് ഇവന്റെ ശവം വേണം. തറവാടിന്റെ പേരും നക്കാപ്പിച്ച കാശും കൊണ്ട് ഒതുക്കിയ കേസ് പൊക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണണോ? കള്ളസാക്ഷികളെ കൂലിക്കണിക്കുന്ന ഇവിടെ ശരിയായ സാക്ഷികളെ കൊണ്ടുവരുന്നത് കാണണോ? നിയമം കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് നിനക്ക് കൊലമരമുണ്ടാക്കും. ഞാനാണ് പറയുന്നത്, നിന്നെ നശിപ്പിച്ചേ ഞാൻ പോവും. നീ ഈശ്വരനായിരിക്കും, സൃഷ്ടിക്കാനും സംവദിക്കാനും. അതെ, അതിനടുത്തെത്തും. പണത്തേക്കാൾ വലിയ ഒരു ദൈവവും ഇവിടെ ഇല്ലടാ. 1000 ധനികൻ, 1,00,000 പ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. നിനക്കില്ലാത്ത ദൈവാനുഗ്രഹം എനിക്കുണ്ടടാ, പണം. ഇതെന്തിനാ? കടം വാങ്ങി ബാങ്കിൽ നിന്ന് എടുത്തല്ലേ, ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. ഏട്ടനെടുത്തോളൂ. എന്നിട്ട് നാണം കെട്ട് തലതാഴ്ത്തി നടക്കാൻ ഇവിടെ ഏട്ടൻ ഇടവരരുത്. പൊയ്ക്കോളൂ, എവിടേക്കെങ്കിലും. അനിയത്തി, ഞാൻ രാജന്റെ കാല് പിടിക്കും, മാപ്പ് പറയും. നിനക്ക് വേണ്ടി അവന്റെ കാല് പിടിച്ച് ഞാൻ കരഞ്ഞോളാം. അരുത്, അരുത്. എനിക്കിനി അങ്ങനെ ഒരു വിവാഹം വേണ്ട. ദേവി, വേണ്ട.
വേണ്ട, എനിക്കൊന്നും വേണ്ട. വീണ്ടും നാണം കിടന്നു. നിനക്കറിയാമോ, പഴയ ഒരു അസ്ഥികഷ്ണത്തിൽ നിന്നും ഒരു കൊലപാതകത്തിന്റെ ചരിത്രം തെളിയിക്കാം. ഡിറ്റക്റ്റീവ് നോവലുകളല്ല, എനിക്കറിയാം. വീണ്ടും വേണ്ടി വന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തും, സാക്ഷികളെ വിസ്തരിക്കും, FIR എഴുതിയവരെ, ഡോക്ടറെ. പഴയ ശവക്കുഴി വീണ്ടും തോണ്ടണ്ട. ആഗ്രഹം പോലെ തന്നെ സാധിച്ചു. രാത്രി ഛർദിക്കുന്നു കേട്ട് ശ്രീദേവി നിലവിളിച്ചപ്പോ ആളുകൂടി. ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് കഴിഞ്ഞു. സ്വന്തം ബന്ധുക്കളെ അറിയിക്കാൻ ഞാൻ തന്നെ വേണം. അപ്പോഴാ ഇവിടുന്ന് ആള് വന്നത്. ആ, ഇവിടെ അറിയിക്കണല്ലോ. കത്ത്. എന്റെ അഭിനന്ദനങ്ങൾ. രണ്ടുപേർക്കും എന്റെ മംഗളാശംസകൾ. വല്ലപ്പോഴും ജോലിസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, പിന്നെ മറക്കുക. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ചെയ്തതിൽ ഒന്നിനെ പറ്റിയും എനിക്ക് പശ്ചാത്താപമില്ല. പക്ഷേ ദേവിയെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. എനിക്കൊരു വിഷമവുമില്ല. ഉണ്ടാവും, ആർക്കായാലും ദുഃഖമുണ്ടാവും. അതെനിക്ക് ഊഹിക്കാം. ദുഃഖം അതെനിക്കൊരു പുതിയ അനുഭവമൊന്നുമല്ല. എല്ലാ കയ്പുകളും കടിച്ചിറക്കുമ്പോൾ ഒരോർമ്മ മാത്രം മാധുര്യമായി നിന്നു. അത് ദേവിയാണ്. നിശ്ചയിച്ചതൊന്നും ഇതുകൊണ്ട് മാറുന്നില്ല. ഉറപ്പ്. അത് ഒരാൾ മാത്രം ഉറപ്പിച്ചാൽ പോരല്ലോ. എനിക്കവിടെ മനോഹരമായൊരു വില്ലയുണ്ട്. ഇവിടെ എന്റെ ചെറിയ വീടുണ്ട്. എനിക്കൊരുക്കാനാവുന്ന എല്ലാ സുഖവും സൗകര്യവും ദേവിക്ക് തരാൻ ഞാൻ ഉറപ്പിച്ചത്. എനിക്കൊന്നും വേണ്ട ദേവി. എനിക്ക് മാളികകൾ, മുകളിൽ ഭ്രാന്തനായ അച്ഛൻ, കൂട്ടിന് കണ്ണു കാണാത്ത വല്യമ്മ, കടക്കാർ കൊത്തിവലിക്കുന്ന ഈ തറവാട് മതി. എനിക്കിതൊക്കെയാണ് വിധിച്ചത്. മതി, ധാരാളം മതി. രക്ഷിക്കാൻ ഞാനുണ്ട്. എനിക്കൊരു രക്ഷകർത്താവേ ഇനി വരാനുള്ളൂ. അയാളെ കാത്തു കഴിഞ്ഞോളാം. എല്ലാ വിഷമങ്ങളും തീർക്കാൻ അവസാനം വരുന്ന ആൾ. ദേവി, കടന്നു പോവൂ എന്റെ മുന്നിൽ നിന്ന്. കടന്നു പോകാൻ. ഈ പടി ഇനി ചവിട്ടരുത്. പുത്തൻകടത്തിലെ ശ്രീദേവിയാണ് പറയുന്നത്. പോകാൻ.
നേരെ വിട്ടോളൂ. ഏറ്റുമാനൂർ. വരൂ വരൂ, ഇരിക്കും. കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതായിരിക്കും. ഞാൻ മാലതിയുടെ സ്നേഹിതനാണ്, രാജഗോപാല മേനോൻ, ദുബായ്. മാലതി ഇന്നലെ തിരുവനന്തപുരം ഫ്ലൈറ്റിന് പോയി. ഇത് രവി, ഡോക്ടർ രവീന്ദ്രൻ, മാലതിയുടെ ഭർത്താവ്. ഓ, നൈസ് ടു മീറ്റ് യു. ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ മരുഭൂമിയിലേക്ക്. വെൽക്കം. അല്ല, ഇറങ്ങണോ? അല്പം തിരക്കിലാണ്. ഈ വഴി വന്നപ്പോൾ വെറുതെ കയറി. നടക്കട്ടെ. വരട്ടെ അച്ഛന്മാരെ. ഇതുകൂടി വെച്ചോളൂ. വേണ്ട സാർ, കണക്കിലേറെ തന്നിരിക്കുന്നു സാർ. എനിക്ക് എന്റെ മകന്റെ കാര്യം പേരെ ഓർമ്മയുണ്ടോ ആവും? അച്ഛന്മാരെ അറിയാം, ആളെ അറിയാം. ലോഞ്ചിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അവനെ ഇനി കാത്തിരിക്കണ്ട. മടങ്ങിക്കൊള്ളൂ അബു, ഞാൻ പറഞ്ഞ പോലെ.